ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂരിലെ ഏറ്റവും ബ്രാൻഡ് ന്യൂ മൾട്ടി കുസിൻ റെസ്റ്റോറന്റിന്റെ മുമ്പിലാണ്. അപ്പോ ഇതാണ് കോർ മൾട്ടി കുസിൻ റെസ്റ്റോറന്റ്. വളരെ യുണീക്ക് നെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്നും അത്താണി പോകുന്ന വഴി ഗ്രാമല എന്ന് പറയുന്ന സ്ഥലത്ത് റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. ആദ്യം തന്നെ കാണുന്നത് ഇവരുടെ റിസപ്ഷൻ കൗണ്ടറാണ്. പിന്നെ കാണുന്നതാണ് ഈ ഒരു ഓപ്പൺ ഡൈനിങ് സ്പേസ്. വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് നല്ല കംഫർട്ടബിൾ ഫർണിച്ചേഴ്സും അതേപോലെ അട്രാക്റ്റീവ് ലൈറ്റ് അറേഞ്ച്മെന്റ്സും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫൈൻ ഡൈൻ റോയൽ ആംബിയൻസ് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇവർക്ക് ഒരു ക്ലോസ് കിച്ചൺ വരുന്നുണ്ട്, പിന്നെ ഒരു വാഷ്റൂം വരുന്നുണ്ട്, പിന്നെ ഈ കാണുന്ന ഒരു ഹ്യൂജ് ഡൈനിങ് സ്പേസ് ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ വാൾസ് ഒക്കെ നല്ല കളർഫുൾ പെയിന്റിങ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും രണ്ട് ഡൈനിങ് സ്പേസസിലും ഒരേ ഫർണിച്ചേഴ്സും ലൈറ്റ് അറേഞ്ച്മെന്റ്സും തന്നെയാണ് വരുന്നത്. ആകെ ഒരു വ്യത്യാസം വരുന്നത് മുമ്പിൽ കുറച്ചും കൂടി നാച്ചുറൽ ലൈറ്റ് ഒക്കെ വന്ന് വീഴുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറച്ചും കൂടി ക്ലോസ്ഡ് ഏരിയ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പൊ ഇവിടെ പാർക്ക് ചെയ്യുന്നവർക്ക് ഇതിലൂടെ പ്രവേശിക്കാം. ഇവരുടെ മെയിൻ ഷെഫും റെസ്റ്റോറന്റ് മാനേജറുമായിട്ട് സംസാരിച്ച് ഇന്നത്തെ മെനുവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പൊ ഇവരാണ് സജസ്റ്റ് ചെയ്തത് വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് വീക്കെൻഡ് സ്പെഷ്യൽസ് ട്രൈ ചെയ്യാമെന്ന്. അതുകൂടാതെ കുറച്ച് നോർമൽ ഐറ്റംസും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് ഇവരുടെ മെനു. വളരെ റോയൽ ലുക്കാണ് മെനുവിന് തന്നെ. ഇവർക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ ഉണ്ട്. പിന്നുള്ളതെല്ലാം ഒരുവിധം നോർമൽ കാറ്റഗറീസ് എല്ലാം ഉണ്ട്. സാലഡ്സ് ഉണ്ട്, സൂപ്സ് ഉണ്ട്, സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. സ്റ്റാർട്ടേഴ്സിൽ തന്നെ ബീഫും വെജിറ്റബിളും ഫിഷും പ്രോൺസും ചിക്കനും എല്ലാം ഉണ്ട്. പിന്നെ റൈസ് ആൻഡ് ബിരിയാണി സെക്ഷൻ ഉണ്ട്, ഇന്ത്യൻ വെജിറ്റേറിയൻ സെക്ഷൻ ഉണ്ട്, സീ ഫുഡ് ഉണ്ട്, ഇന്ത്യൻ നോൺ വെജിറ്റേറിയൻ സെക്ഷൻ ഉണ്ട്, പിന്നെ ചൈനീസിലും വെജ് ആൻഡ് നോൺ വെജ് സെക്ഷൻസ് ഉണ്ട്. അതേപോലെ ഇവരുടെ സെലക്റ്റീവ് കോണ്ടിനെന്റൽ ഐറ്റംസ് ഉണ്ട്, അറബിക് ഐറ്റംസ് ഉണ്ട്, തന്തൂർ ഐറ്റംസ് ഉണ്ട്, ഇന്ത്യൻ ബ്രെഡ്സ് ഉണ്ട്, പലതരം ഫലൂഡാസ് ഉണ്ട്, ഫ്രഷ് ജ്യൂസസ് ഉണ്ട്, ഷേക്സ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്, മൊഹിത്തോസ് ഉണ്ട്, ഹോട്ട് ബേവറേജസ് ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് എത്തിയത് ഇവരുടെ ഒരു ലവ്ലി ടെംപ്റ്റിംഗ് സ്റ്റാർട്ടർ ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ ക്രിസ്പി എഗ് പ്ലാന്റ്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത് ഈ ഒരു ക്വാണ്ടിറ്റിക്ക്. ശരിക്കും കണ്ടപ്പോൾ ചിക്കൻ ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആഹാ, നല്ല കിഡിലൻ വെജിറ്റേറിയൻ സ്റ്റാർട്ടർ. ശരിക്കും ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. അതായത് ബ്രിഞ്ചോളുടെ ഒരു വെറൈറ്റി നന്നായി ഫ്രൈ ചെയ്ത് ഒരു സ്പെഷ്യൽ ചില്ലി സോസിൽ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ക്രിസ്പി സ്റ്റാർട്ടർ ആണ്. പിന്നെ വന്നത് ഇവരുടെ മറ്റൊരു വീക്കെൻഡ് സ്പെഷ്യൽ സ്റ്റാർട്ടർ ആണ്. ഇതാണ് ഇവരുടെ മലേഷ്യൻ ചിക്കൻ സാമ്പാൽ. ആഹാ, നല്ല കിഡിലൻ സ്റ്റാർട്ടർ തന്നെയാണ്. അതായത് ഒരു സ്പെഷ്യൽ സ്പൈസി സാമ്പാൽ സോസിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ബോൺലെസ് ചിക്കൻ സ്റ്റാർട്ടർ ആണ്. പിന്നെ വന്നത് ഇവരുടെ മറ്റൊരു വീക്കെൻഡ് സ്പെഷ്യൽ ആയ പാൽക്കപ്പ വിത്ത് ബീഫ് റിബ്സ് ആണ്. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഈ ഒരു റേറ്റ് ആണ് ഈ ക്വാണ്ടിറ്റിക്ക് വരുന്നത്. നമുക്ക് എന്തായാലും ഈ ബീഫിൽ നിന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. ഇവിടെ ഇവര് ബാർബിക്യൂ ചെയ്ത കാരണം ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ടായിരുന്നു. ഇത് സ്ലോ കുക്ക് ചെയ്തെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആൻഡ് ചൂവബിൾ ആയേനെ. പക്ഷെ ഇതിലുള്ള ആ മസാലയുടെ ഫ്ലേവർ നല്ല അടിപൊളി ഫ്ലേവർ തന്നെയാണ്. ശരിക്കും പാൽക്കപ്പയുടെ കൂടെ നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ വന്നത് ഒരു ക്യൂട്ട് പ്രസന്റേഷനിലുള്ള റൈസ് ഐറ്റവും അതിന്റെ കൂടെ ഉള്ള ഒരു ഗ്രേവിയും കൂടെയാണ്. അപ്പോ ഇതാണ് ഇവരുടെ മറ്റൊരു വീക്കെൻഡ് സ്പെഷ്യൽ ആയ റെഡ് തായ് കറി ചിക്കൻ വിത്ത് സ്റ്റിക്കി റൈസ്. ഈ ഒരു കോംബോ മീലിന് വരുന്ന റേറ്റ് ആണ് ഇത്. ബ്രോക്കലി പോലെയുള്ള നല്ല എക്സോട്ടിക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്രീമി സ്പൈസി റെഡ് ചിക്കൻ കറി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതിന്റെ കൂടെ തായ് ഫുഡിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റിക്കി റൈസും ഉണ്ട്. അപ്പൊ നമുക്ക് ലേശം ആ ഗ്രേവി എടുത്ത് സ്റ്റിക്കി റൈസും ചിക്കൻ പീസും ബ്രോക്കലിയും ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, നല്ല പെർഫെക്റ്റ് തായ് കറി തന്നെയാണ്. അതായത് അധികം സ്പൈസി അല്ലാത്ത നല്ല ക്രീമി കറി. പിന്നെ വന്നത് ഇവരുടെ റെഗുലർ മെനുവിലുള്ള ഒരു മാസ്റ്റർ പീസ് ഐറ്റം ആണ്. ഇതാണ് ഇവരുടെ ഒരു ചിക്കൻ ഡിഷ്. അതിന്റെ കൂടെ റൈസും ഉണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ ടർക്കിഷ് ഗ്രിൽ ചിക്കൻ വിത്ത് മന്തി റൈസ്. അതിന്റെ ഫുൾ പോർഷൻ ആണ് ഈ കാണുന്നത്. ഇതിലുള്ള റിച്ച് ഗാർണിഷിംഗ് വളരെ ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു റേറ്റും വരുന്നുണ്ട്. ഇത് കൂടാതെ ഇവർക്ക് ഇതിൽ ക്വാർട്ടർ പോർഷനും ഹാഫ് പോർഷനും ഉണ്ട്. നല്ലൊരു സ്പെഷ്യൽ മസാല ഗാർണിഷിംഗ് ആണ് ഈ ചിക്കന്റെ ഒരു പ്രത്യേകത. പിന്നെ അതിന്റെ കൂടെ ഈ ദം കുക്ക്ഡ് മന്തിയും ഉണ്ട്. അപ്പൊ നമുക്ക് ലേശം മന്തി എടുത്ത്
അതിലേക്ക് ഈ ചിക്കൻ കൂട്ടി കഴിക്കാനായിട്ട് ഇതിന്റെ ലെഗ് പീസ് ഒന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കാം. ലെഗ് പീസൊക്കെ കാണുമ്പോൾ വായിൽ നിന്നും വെള്ളമൂറുന്നുണ്ട്. ഇതെടുത്തപ്പോൾ അരപ്പധികം കിട്ടിയില്ല, അപ്പൊ നമുക്ക് കുറച്ച് അരപ്പും കൂടി എടുത്ത് ഒന്ന് കഴിച്ചു നോക്കാം. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ഇതിലുള്ള ആ അരപ്പ് തന്നെയാണ്. മന്തി റൈസ് ഒക്കെ നല്ല പെർഫെക്റ്റ് വെൽ കുക്ക്ഡ് മന്തി റൈസ് ആയിരുന്നു. നല്ല ഫ്രേഗ്രന്റ് അരോമയുള്ള മസാലയൊക്കെ ഉള്ള ഒരു മന്തി റൈസ്. അപ്പൊ നമുക്കിനി ഈ ചിക്കൻ, നല്ല സോഫ്റ്റ് ചിക്കനും ആ മന്തി റൈസും കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല കിഡിലൻ ഫ്ലേവർ. അതായത് ആ ഗാർണിഷിങ്ങിൽ അനാറ് വരുന്നുണ്ട്, തക്കാളി വരുന്നുണ്ട്, പലതരം ബെൽ പെപ്പേഴ്സ് വരുന്നുണ്ട്, നട്ട്സ് വരുന്നുണ്ട്, മല്ലിയില വരുന്നുണ്ട്, പിന്നെ ചെറിയ രീതിയിൽ നാരങ്ങാ നീര് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. മന്തി ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ വന്നത് ഈ ഒരു പ്ലാറ്റർ ഐറ്റം ആണ്. ഇതിന്റെ കൂടെ അക്കമ്പനിമെന്റ്സ് ആയിട്ട് 2 ഡിഫറെന്റ് ഡിപ്സും വരുന്നുണ്ട്, ഒരു പിക്കിൾ സാലഡും വരുന്നുണ്ട്, പിന്നെ 2 തന്തൂരി റൊട്ടിയും വരുന്നുണ്ട്. പിന്നെ വന്നത് ഈ ഒരു സിസ്ലർ ഐറ്റം ആണ്. ഇതും ഇവരുടെ ഒരു വീക്കെൻഡ് സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ നോൺ വെജ് മിക്സ് ഗ്രിൽ പ്ലാറ്റർ. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. അപ്പൊ ഈ റേറ്റിൽ ഇതിന്റെ ഡിപ്സും സാലഡും റൊട്ടിയും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. എല്ലാ ഡേയ്സും അവൈലബിൾ ആയിട്ടുള്ള ഒരു മസ്റ്റ് ട്രൈ ബെസ്റ്റ് സെല്ലർ ആണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ ഇതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഈ കട്ട്ലറ്റ് പോലെയുള്ള സംഗതി ഇതിൽ വരുന്ന ബീഫ് ടിക്കിയാണ്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പൗഡർ ഒന്നും ആഡ് ചെയ്യാത്ത ഒരു കട്ട്ലറ്റ് പോലെയുണ്ട്. അതായത് നല്ല മിൻസ്ഡ് ബീഫിന്റെ മീറ്റും നല്ല ഉള്ളിയൊക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ കട്ട്ലറ്റ്. അടുത്തത് നമുക്ക് ഇതിലെ ചിക്കൻ ടിക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ അത് ഇവരുടെ മയണൈസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. പെർഫെക്റ്റ് ചിക്കൻ ടിക്ക. നല്ല സോഫ്റ്റ് ഫ്ലേവർഫുൾ ചിക്കൻ ടിക്ക ആയിരുന്നു. നല്ല കിഡിലൻ സാധനം. അടുത്തത് നമുക്ക് ഇതിലെ മുർഗ് മലായി ടിക്കയുടെ ഒരു പീസ് എടുത്തിട്ട് ഈ മിന്റ് ചട്നിയിലൊന്ന് മുക്കി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വാവ്, നല്ല കിഡിലൻ മുർഗ് മലായി ടിക്കയാണ്. അതായത് ക്രീം ചീസും തൈരൊക്കെ കൊണ്ട് മാരിനേറ്റ് ചെയ്ത നല്ല കിഡിലൻ മലായി ടിക്ക. അടുത്തത് നമുക്ക് ഈ പ്ലാറ്ററിലുള്ള ഷീ കബാബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ഷീ കബാബ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് മയണൈസിൽ മുക്കി കഴിച്ചു നോക്കാം. നല്ല ജ്യൂസി ചിക്കൻ ഷീ കബാബ്. ഇപ്പോഴും അതിന്റെ ചൂട് പോയിട്ടില്ല. അടുത്തത് നമുക്ക് ഇതിൽ വരുന്ന ഇവരുടെ പനീർ ടിക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല വലിയ പീസാണ്, നല്ല തിക്ക് പനീർ ടിക്ക. അപ്പൊ ഇതും ആ മയണൈസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. വാവ്, നല്ല കിഡിലൻ തന്തൂർ ഗ്രിൽഡ് പനീർ ടിക്കയാണ്. പനീർ ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ അടുത്തത് ഈ പ്ലാറ്ററിൽ വരുന്നത് 2 ഡിഫറെന്റ് മാരിനേഷനോട് കൂടി ഗ്രിൽ ചെയ്തെടുത്ത ക്വാർട്ടർ പോർഷൻ ചിക്കൻ പീസസ് ആണ്. അപ്പൊ അതിൽ നിന്നും നമുക്ക് ഈ ഒരു പീസ് മയണൈസിൽ മുക്കി കഴിച്ചു നോക്കാം. വാവ്, നല്ല കിഡിലൻ അഫ്ഗാനി ഗ്രിൽ ചിക്കൻ ആണ്. ആ ഫ്ലേവർ ശരിക്കും കിട്ടുന്നുണ്ട്. അടുത്ത പീസ് ചിക്കനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ടെംപ്റ്റിംഗ് സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്പൈസി പൗഡർ ഒക്കെ വിതറിയിട്ടുള്ള നല്ല കിഡിലൻ സാലഡാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഇവരുടെ നെക്സ്റ്റ് മാരിനേഷനിലുള്ള ഈ ചിക്കൻ പീസ് ഒന്ന് ഒരു കഷ്ണം പൊട്ടിച്ച് ഇവരുടെ മിന്റ് ചട്നിയിലൊന്ന് നോക്കി കഴിച്ചു നോക്കാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉള്ള നോർമൽ തന്തൂരി ചിക്കൻ ആണ്. ഇത്ര നേരം ഇരുന്നിട്ടും അത് ഡ്രൈ ആയിട്ടില്ല. ആ മസാല ഒക്കെ ശരിക്കും ഫീൽ ചെയ്യായിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന തന്തൂർ റൊട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ നിന്നും ഒരു ചെറിയ കഷ്ണം പൊട്ടിച്ച് ഇവരുടെ ചിക്കനും സാലഡും കൂട്ടി ആ മയണൈസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, നല്ല ക്വാളിറ്റി തന്തൂർ റൊട്ടി തന്നെയാണ്. അതേപോലെ ഇതിന്റെ കൂടെ നല്ല പിക്കിൾ സാലഡും വരുന്നുണ്ട്. അങ്ങനെ ഫുഡ് ഐറ്റംസിൽ ലാസ്റ്റ് വന്നത് ഇവരുടെ മറ്റൊരു വീക്കെൻഡ് സ്പെഷ്യലായ ടെൻഡർലോയിൻ സ്റ്റേക്ക് ഇൻ ഷാലറ്റ് സോസ് ആണ്. ഈ ഒരു റേറ്റ് ആണ് ഈ ക്വാണ്ടിറ്റിക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു സ്ലൈസ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം, മീഡിയം റെയർ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി ഹാർഡാണ്. പിന്നെ ഇതിൽ വ്യത്യാസം വരുന്നത് ഈ ഒരു ഷാലറ്റ് സോസിന്റെ ആ ഒരു ടേസ്റ്റ് ആണ്. ഷാലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയുടെ ഒരു സ്വീറ്റർ വേർഷൻ ആണ്. പിന്നെ ഇതിൽ മാഷ് പൊട്ടേറ്റോസിന് പകരം പൊട്ടേറ്റോ വെഡ്ജസ് ആണ്. അതിന്റെ കൂടെ ഒരുപാട് എക്സോട്ടിക് വെജിറ്റബിൾസും വരുന്നുണ്ട്. ഇങ്ങനത്തെ സ്ലൈസസ് ആയിട്ടാണ് സ്റ്റേക്ക് സെർവ് ചെയ്യുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഡെസേർട്സ് ആയി ഓർഡർ ചെയ്തതിൽ ആദ്യമായി എത്തിയത് ഇവരുടെ സ്പെഷ്യൽ വാം പ്ലം കേക്ക് വിത്ത് ഡ്രൈ ഫ്രൂട്ട് കോംബോ ആണ്. ഈ ഒരു ക്വാണ്ടിറ്റിക്കുള്ള റേറ്റ് ആണ് ഇത്. ഇപ്പൊ ലാസ്റ്റ് വന്ന സ്റ്റേക്കും അതേപോലെ ഈ ഒരു ഡെസേർട്ടും രണ്ടും സിസിലർ ഐറ്റംസ് ആണ്. പക്ഷെ കസ്റ്റമേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ സിസിലിംഗ് എഫക്ട് ഇല്ലാതെ കൊണ്ടുവന്നത്. ശരിക്കും നല്ലൊരു ജസ്റ്ററായി തോന്നി. കൊള്ളാം,
പ്ലം കേക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അതായത് സാധാരണ രീതിയിൽ ബ്രൗണിയാണ് കൊടുക്കാറ്, അപ്പൊ അതിന് പകരം ഇവിടെ പ്ലം കേക്കും വാനില ഐസ്ക്രീമും ചോക്ലേറ്റ് സോസും കളേർഡ് സ്പ്രിങ്കിൾസും പിന്നെ ഫിഗ് പോലത്തെ നല്ല റിച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആയിട്ടുള്ള ക്വാളിറ്റിയിൽ ഒരു റിച്ച് ഡെസേർട്ട് തന്നെയാണെന്ന് പറയാം. പിന്നെ വന്നത് ഇവരുടെ മെനുവിലുള്ള ഒരു കളർഫുൾ ഫലൂഡയാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ റോയൽ ഫലൂഡ. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ആദ്യം ഇവരുടെ ചെറി വരുന്നുണ്ട്, പിന്നെ അതിന്റെ താഴെ മാംഗോയും പിസ്തോയും കൂടി കൂട്ടിയിട്ടുള്ള ഒരു സ്കൂപ്പ് വരുന്നുണ്ട്, ചോക്ലേറ്റ് വേഫേഴ്സ് വരുന്നുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് വരുന്നുണ്ട്, സ്ട്രോബെറി ഐസ്ക്രീം വരുന്നുണ്ട്, സ്ട്രോബെറി ക്രഷ് വരുന്നുണ്ട്, സേമിയ വരുന്നുണ്ട്, ഫ്രഷ് ഫ്രൂട്ട് കട്ട്സ് വരുന്നുണ്ട്, കസ്കസ് വരുന്നുണ്ട്, വാനില ഐസ്ക്രീം വരുന്നുണ്ട്, പിന്നെ ഗ്രീൻ ആപ്പിളിന്റെ ക്രഷും വരുന്നുണ്ട്. കൊള്ളാം. നല്ല ഫൈൻ ക്വാളിറ്റി ബ്രാൻഡഡ് ഐസ്ക്രീംസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ടേസ്റ്റ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ ഇത് ഡീപ്പായി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ഫലൂഡയാണ്. പിന്നെ വന്നത് ഇവരുടെ മെനുവിലുള്ള ഒരു ബെസ്റ്റ് സെല്ലർ ഐറ്റം ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ ബനാന സ്പ്ലിറ്റ്. ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. നല്ല ക്വാണ്ടിറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. 3 ഡിഫറെന്റ് സ്കൂപ്സ് വരുന്നുണ്ട്, അതായത് സ്ട്രോബെറി, ചോക്ലേറ്റ്, വാനില, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വരുന്നുണ്ട്, നട്ട്സ് വരുന്നുണ്ട്, കോൺഫ്ലേക്സ് വരുന്നുണ്ട്, പിന്നെ ഒരു ബനാനയും. സത്യത്തിൽ എനിക്ക് ഡെസേർട്സിന്റെ കൂടെ ബനാന തീരെ ഇഷ്ടമില്ല, കാരണം അത് അതിന്റെ ആ ഒരു ടേസ്റ്റ് തന്നെ പോകും. പക്ഷെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ നല്ല ബ്രാൻഡഡ് ഫൈൻ ക്വാളിറ്റി ഐസ്ക്രീംസ് കൊണ്ട് ചെറിയൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ബനാനയ്ക്ക് പകരം വേറെ വല്ല ഫ്രൂട്ട്സ് ആയെങ്കിൽ ഇത് പൊളിച്ചേനെ. പക്ഷെ അപ്പൊ പേര് മാറ്റേണ്ടി വരും. ചെറിയ ആപ്പിൾ പീസസും വരുന്നുണ്ട്. ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കാം. അപ്പോ ഈ ഒരു ഐറ്റം 2-3 പേർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ടാണ് ഇവർ സെർവ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം വന്ന ഡെസേർട്ട് ഇവരുടെ മെനുവിലുള്ള ഒരു സിമ്പിൾ ഷേക്ക് ആണ്. ഇതാണ് ഇവരുടെ പിസ്ത ഷേക്ക്. നല്ല കളർഫുൾ, നല്ലൊരു റീസണബിൾ റേറ്റ് ആണ്, നല്ല ക്വാണ്ടിറ്റി. കൊള്ളാം. നല്ല ക്വാളിറ്റി ഐസ്ക്രീം കൊണ്ട് ഇതും നല്ല ടേസ്റ്റി ഷേക്ക് ആയിരുന്നു, നല്ല തിക് ഷേക്ക്. അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് കൂടുതലും ട്രൈ ചെയ്തത് ഇവരുടെ വീക്കെൻഡ് സ്പെഷ്യൽസ് ആണ്. മിക്കതും നല്ല ഇന്നോവേറ്റീവ് ആൻഡ് ടെംപ്റ്റിംഗ് ഡിഷസ് ആയിട്ട് ഫീൽ ചെയ്തു. എസ്പെഷ്യലി ഇവരുടെ ടർക്കിഷ് ഗ്രിൽ ചിക്കനും അതേപോലെ ഇവരുടെ സ്പെഷ്യൽ സ്റ്റാർട്ടേഴ്സും സ്റ്റേക്കും പ്ലാറ്ററും എല്ലാം വളരെ നല്ല ടേസ്റ്റി ഡിഷസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. പല റെസ്റ്റോറന്റുകളിലും ഒരു മെയിൻ പ്രോബ്ലം ആണ് അവിടുത്തെ പാർക്കിംഗ് ഫെസിലിറ്റി. അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട. ഫ്രണ്ടിലുള്ള ഈ ഒരു പാർക്കിംഗ് ഏരിയ ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട, നേരെ ഇവരുടെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു ഹ്യൂജ് പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നാൽ മതി. ഇഷ്ടം പോലെ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ ഇവിടെ കാർ പാർക്ക് ചെയ്തവർക്ക് ബാക്കിലൂടെ തന്നെ റെസ്റ്റോറന്റിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ട്രാവലേഴ്സിന്, അതായത് ഈ റൂട്ടിലൂടെ പട്ടാമ്പി, ഷൊർണൂർ, പെരിന്തൽമണ്ണ, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കൊക്കെ പോകുന്ന ട്രാവലേഴ്സിന് ശരിക്കും ഒരു റിലാക്സേഷൻ പോയിന്റ് തന്നെ ആയിരിക്കും. മിക്ക മൾട്ടി കുസിൻ റെസ്റ്റോറൻറ്റ്സിനും ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവാറില്ല. ഇവിടെ അതുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരോടും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.